ഹരേ കൃഷ്ണ. കാളീദേവിയുടെ മടിയിൽ തലചായ്ച്ചുറങ്ങുന്ന രാമകൃഷ്ണ പരമഹംസരുടെ ചിത്രം കണ്ടോ എല്ലാവരും? സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെയും ശിശുസഹജമായ ഭക്തിയുടെയും അതീവ ഹൃദയസ്പർശിയായ ഒരു ദർശനം. സാക്ഷാത്കാരം സിദ്ധിച്ച ഒരു ആത്മാവ് ജഗദംബയുടെ ആശ്ലേഷത്തിൽ വിശ്രമിക്കുന്ന നിമിഷമാണത്. ഈ നിമിഷത്തിൽ ഭക്തനും ദേവിയും തമ്മിൽ യാതൊരു വേർതിരിവുമില്ല. വിശ്വാസവും സ്നേഹവും അഹന്തയുടെ പൂർണ്ണമായ ലയനവും മാത്രമേ അവിടെയുള്ളൂ. ലോകത്തിനു മുൻപിൽ ഉഗ്രരൂപിണിയായ കാളി തൻ്റെ കുഞ്ഞിന് മുൻപിൽ വാത്സല്യനിധിയായ അമ്മയായി മാറുന്നു. ഒരമ്മ തൻ്റെ പ്രിയപുത്രനെ സംരക്ഷിക്കുന്നത് പോലെ നമ്മുടെ ദേവിയമ്മ രാമകൃഷ്ണനെ താലോലിക്കുന്നു. ദേവിയുടെ മടിയിലുള്ള അദ്ദേഹത്തിൻ്റെ ഈ വിശ്രമം ഭക്തിയുടെ പരമോന്നത അവസ്ഥയെ സൂചിപ്പിക്കുന്നു. അവിടെ എല്ലാ ഭയങ്ങളും പ്രയത്നങ്ങളും അന്വേഷണങ്ങളും ദൈവീകമായ സാന്ത്വനത്തിൽ അവസാനിക്കുന്നു. എന്താല്ലേ, സമർപ്പണം പൂർണ്ണമാകുമ്പോൾ ദൈവം നമ്മെ വഴികാട്ടുകയോ സംരക്ഷിക്കുകയോ മാത്രമല്ല ചെയ്യുന്നത്, മറിച്ച് അമ്മ തന്നെ ആത്മാവിൻ്റെ വിശ്രമസ്ഥാനമായി മാറില്ലേ ഈ പുണ്യദൃശ്യം? അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ദേവിയുടെ അതിരില്ലാത്ത കരുണയുടെ സുരക്ഷിതത്തിൽ അവിടെ ആത്മസാക്ഷാത്കാരം നമുക്കും വേണ്ടേ? അമ്മയുടെ മടിയിൽ, ദേവിയമ്മയുടെ മടിയിൽ വിശ്രമം നമുക്കും ആഗ്രഹമുണ്ട്. ആ ഒരു അനുഗ്രഹം അമ്മേ എനിക്കും തരണേ, അമ്മയുടെ അനുഗ്രഹം എനിക്കും കിട്ടണേ, അമ്മയുടെ ആ വാത്സല്യം എനിക്കും തരണേ എന്ന് പ്രാർത്ഥിക്കാം നമുക്കും, അല്ലേ? നമ്മുടെ ഉള്ളിലുള്ള അഹന്തയും അഹംഭാവവും എല്ലാം നീക്കി അമ്മയുടെ നല്ലൊരു കുഞ്ഞായി അമ്മയുടെ മടിയിൽ ഞാനും ലയിക്കട്ടെ, അമ്മയുടെ മടിയിൽ ഞാനും വിശ്രമിക്കട്ടെ. അമ്മയാണെല്ലാം. ശ്രീ ലളിതാംബികായേ നമഃ എന്ന മന്ത്രം ജപിച്ച് കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ, കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. ശ്രീശാംഗ്രീ ഭക്തിം ഹരിദാസദാസ്യം പ്രപന്നമന്ത്രാർത്ഥദൃഢൈകനിഷ്ഠാ ഗുരോസ്മൃതി നിർമ്മലബോധബുദ്ധിം